മാറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ബ്ലീഡിങ് നിപ്പിൾ പോലും അഴിച്ചിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ആവശ്യമാണോ? അതായത് നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് കോമൺ ആയിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ പ്രീ ഡെലിവറി ആവശ്യമാണോ. കാരണം പലരും പറയുന്നുണ്ട് പ്രീ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ വാഹനം എടുക്കുന്ന ഷോറൂമുകളിൽ നിന്ന് തന്നെ അവർ പ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മൾ പ്രീ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസും ഒരുപാട് മെസ്സേജസും ഒരുപാട് കോൾസും എനിക്ക് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡിൽ പലരും പുതിയ വാഹനം എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് PDI ചെയ്താൽ പോരെ, പുതിയ വാഹനത്തിന് എന്തിന് PDI? ഇങ്ങനൊരു സംശയത്തിനുള്ളൊരു കൃത്യ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാൻ ഈ പറയുന്നൊരു ഉത്തരം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ട്രൂ ബേസിസിലാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ വെറുതെ എനിക്ക് തോന്നിയ കാര്യം വന്ന് വെറുതെ വിളിച്ചു പറയുന്നതല്ല. ആദ്യത്തെ കാര്യം, എന്തിനാണ് നമ്മൾ ഈ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളൊരു പുതിയ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ വാഹനം ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എനിക്ക് അവിടെയുള്ള ഏത് ഫോൺ വേണമെങ്കിലും അവർക്ക് തരാൻ സാധിക്കും. ഒരു സീൽഡ് ബോക്സ് ആയിരിക്കും. സീൽഡ് ബോക്സ് ആക്കാൻ പാടുണ്ടോ? ഒരു പാടുമില്ല. ഓട്ടോവറിറ്റീസ് അതങ്ങനെ പോട്ടെ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ വാഹനത്തിനൊരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടാകാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം പഴക്കമുള്ള വാഹനമാകാം, പഴക്കം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുള്ള വാഹനമാകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ട് വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ വാഹനത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത വ്യക്തികൾ. അവരപ്പം ചെന്ന ഉടനെ അവിടെ ഉള്ളവരോട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഈ വാഹനത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ തന്നെ നോക്കി വൃത്തിയായിട്ട് ചെയ്തു തരണം. ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ചെന്ന് പറയുന്ന വ്യക്തി ജെന്യുവിൻ ആണെങ്കിൽ, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ചിലപ്പോൾ ഒരു 1000 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 or 3 പേരുള്ള ആൾക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. എല്ലാവരും നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണരുത്. പക്ഷേ നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കുറേ ലോങ് ടേമിലേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ തന്നെയാണ് നമ്മളൊരു വാഹനം എടുക്കുന്നത്. അല്ലാതെ ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷത്തേക്ക് മാത്രമല്ല ഒരു വാഹനം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം പെർഫെക്റ്റ് ആയിരിക്കണം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്, ഇപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ ഒരു പോലീസ്മാൻ ആയിരിക്കും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു വാഹനം എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ പ്രൊഫഷനിൽ വളരെ എക്സ്പേർട്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ട് ആയിരിക്കണമെന്നില്ല. ഇതിനെക്കുറിച്ചുള്ളൊരു കേൾവി മാത്രമേ കാണുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് PDL നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളതെന്നുള്ളത്. ചിലർക്ക് അത് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും, ചിലർക്ക് ഇതിനോട് താല്പര്യം ഇല്ലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് അവരൊരു എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ വിളിക്കുന്നത്. അതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇപ്പോൾ ഒരുപാട് പേര് PDI ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല, അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ വിളിച്ച് PDI ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ, വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഞാനൊരു വാഹനം എടുക്കാൻ വേണ്ടി, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയല്ല, നമുക്ക് വാഹനം കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ വാഹനം കാണണം, കാരണം നമ്മൾ ഇത്രയും പേയ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് വാഹനം ഡെലിവറി എടുക്കുന്ന സമയത്ത് കണ്ടാൽ പോരെ എന്നൊക്കെയുള്ളൊരു ചോദ്യം ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. കാരണം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാരുതിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്, എനിക്കിതിൻ്റെ പ്രൊസീജിയർ അറിയാം, സോ ഒക്കെ പറഞ്ഞിട്ടും അവർ കാര്യമാക്കുന്നില്ല. അറിയാവുന്ന ഒരാൾ ചെല്ലുമ്പോൾ ഇതാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ, ഒന്നും അറിയാൻ മേലാത്ത ഒരാൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പറ്റിക്കുക എന്നുള്ളൊരു രീതി ഒരുപാട് കൂടി വരുന്നുണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ചല്ലെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഒരു ഷോറൂമിനെയോ ഒരു സ്ഥാപനത്തിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അവെയർ ആയിരിക്കണം, ഒരു കസ്റ്റമർ അവെയർ ആയിരിക്കണം. ഒരു പുതിയ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഡേറ്റ്, എന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പൈസ കൊടുക്കുന്നതിന് മുമ്പ്, ബുക്കിംഗ് എമൗണ്ട് അല്ല, ഫുൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ബുക്കിംഗ് എമൗണ്ടിനെ കഴിഞ്ഞും കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ വാഹനം നമ്മൾ കണ്ട് ഇൻസ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടിരിക്കണം ഇതെൻ്റെ വാഹനമാണെന്നുള്ളത്. അതിന് ചേസസ് നമ്പറും എൻജിൻ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഇത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചേസസ് നമ്പറും എൻജിൻ നമ്പറും മാറ്റാൻ പറ്റില്ല. ബാക്കി എന്ത് വേണമെങ്കിലും മാറ്റാം, ഡോറ് മാറ്റാം, ഹുഡ് മാറ്റാം, ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ബമ്പർ മാറ്റാം, എന്ത് വേണമെങ്കിലും മാറ്റാം. പക്ഷേ എൻജിനും ചേസ് നമ്പറും മാറ്റാൻ പറ്റില്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതിനൊക്കെയാണ്
ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെ നമ്മൾ സമീപിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മേഖല ചൂഷണം ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പം ഇത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാലും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്നവർ ഒരു ഹ്യൂജ് എമൗണ്ട് മേടിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയും. ചെറിയ എമൗണ്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെക്കുറിച്ച് വൃത്തിയായിട്ട് അറിയാവുന്ന ആൾക്കാരെ തന്നെ വിളിക്കുക, അവരെ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരു കാരണവശാലും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം പണ്ട് ഇതിന് ആവശ്യമില്ലായിരുന്നു. കാരണം പണ്ട് ആൾക്കാർ അത്ര അവെയർ അല്ലായിരുന്നു. എന്നാലും 2003 പണി കിട്ടിയ വാഹനം എനിക്കറിയാം. അപ്പം നിങ്ങൾ ചിന്തിക്കണം, അന്നത്തെ കാലത്ത് തൊട്ടേ ഈ പറഞ്ഞ പോലെ മാൽ പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അധികം അറിയാതെ പോകുന്നുള്ളതുകൊണ്ട് ഇപ്പം പലർക്കും വിരൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അറിയാം. കഴിഞ്ഞ ദിവസം എന്നൊരു സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ എൻ്റെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഒറ്റ ബ്ലീഡിങ് നിപ്പിൾ പോലും അഴിച്ചിട്ടില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞ ബ്ലീഡിങ് പ്ലഗ് അഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മാറി കാണത്തില്ല, 100% ഉറപ്പാണ്. അപ്പം നാളെ കൊണ്ട് ഷോറൂമിൽ കാണിക്കാം, സോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കസ്റ്റമേഴ്സ് അവെയറായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടായിട്ടില്ല. ഇപ്പോഴും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും ചെന്ന് പെടാതെ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആ ചെയ്യാൻ പറ്റുന്ന കാര്യമെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ചിലരുണ്ട്, എനിക്കിതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് കാശ് കൊടുത്ത് വാഹനം കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ചിലരുണ്ട് വാഹനം എടുക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 വർഷമെങ്കിലും അവർ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നല്ല രീതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള വാഹനമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക.